ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പനീർ ക്യൂബ്സ് ആണ്. പനീർ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. ഇതിന് മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട് വീഡിയോ പനീർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ. അപ്പോൾ ഇന്ന് പനീർ കൊണ്ട് ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഓർത്തിൻ്റെ വെച്ച് കഴിച്ചിട്ടുള്ളതാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ പച്ചപ്പട്ടാണിയില്ലേ, അതും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. ഞാൻ അതിന് പകരമായിട്ട് പച്ചപ്പട്ടാണി ഇവിടെ ഒന്നും കിട്ടാനില്ല, അതുകൊണ്ട് ഇന്ന് സ്പിനാച്ചാണ് കേട്ടോ ചേർക്കുന്നത്. സ്പിനാച്ച് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരു വെറൈറ്റി, ഒരു നോർത്ത് ഇന്ത്യൻ ടച്ച് ആവട്ടെ എന്ന് വിചാരിച്ചാണ് സ്പിനാച്ച് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ എണ്ണ ചൂടായപ്പം അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, അതുപോലെ തന്നെ തക്കോലം, പെരിഞ്ചീരകവും ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് എല്ലാം കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി അതിലേക്ക് സവോള ഇട്ടിട്ടുണ്ടായിരുന്നു. സവോളയും പിന്നെ കിഴങ്ങും ക്യാരറ്റും ചെറിയ ക്യൂബ്സായിട്ട് അരിഞ്ഞിട്ടുണ്ടായിരുന്നു. ബീൻസും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ മെഴുക്ക് വരട്ടാനൊക്കെ ഉപയോഗിക്കില്ലേ, അതുപോലെ അത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി അതിനുശേഷം മല്ലിപ്പൊടി, കാശ്മീരി ചില്ലി, എരിവുള്ള മുളക് പൊടി, അതുപോലെ മീറ്റ് മസാല, പിന്നെ അല്പം ഗരം മസാല, ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളത്തോടെ ചേർത്തിട്ട് തക്കാളി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. തക്കാളി ഞാൻ പറഞ്ഞില്ല, തക്കാളി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചെറിയൊരു പുളിയൊക്കെ കിട്ടും. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഇതൊന്ന് കുറുകി വറ്റി വരണം കേട്ടോ. ഏകദേശം ഒന്ന് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതിലേക്ക് ഞാൻ സ്പിനാച്ച് ചേർത്ത് കൊടുത്തു. അതിൻ്റെ ആ സ്പിനാച്ച് വേവാനൊന്നും അധികം ടൈം എടുക്കില്ല, എന്നാൽ പോലും അതിൻ്റെ ആ ഒരു സത്തൊക്കെ മൊത്തത്തിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ ചേർത്ത് കൊടുത്തത്. അതിനുശേഷം നമ്മൾ പനീർ അതിന് മേലെ ഇട്ട് കൊടുത്തു. എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിലാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അതിനുശേഷം നന്നായിട്ട് നമ്മൾ ഇത് തിളപ്പിച്ച് കുറുക്കി ആ ഒരു മസാലയുടെയും അതുപോലെ തന്നെ പനീറിൻ്റെ ടേസ്റ്റ് ആ ഒരു ഗ്രേവിയിലേക്ക് ഇറങ്ങണം. എല്ലാ വെജിറ്റബിൾസിൻ്റെയും ടേസ്റ്റ് ഇറങ്ങി ഒന്ന് കുറുകി വറ്റി ആവശ്യത്തിന് ഉപ്പൊക്കെ ഒഴിച്ച് നല്ല അടിപൊളിയാക്കി നമുക്കിതൊന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ നന്നായിട്ട് അത്യാവശ്യം വെള്ളമൊക്കെ വറ്റി ഒരു കുറുകുന്ന പരുവത്തിലായിട്ടുണ്ട്. ഇനി അത് ഇരുന്ന് കഴിയുമ്പോൾ കുറച്ചുകൂടെ കുറുകും കേട്ടോ. എന്നിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. നോൺ വെജിൻ്റെ ഒന്നും ആവശ്യമില്ല. നോർത്ത് ഇന്ത്യൻസ് പൊതുവേ ഈ നോൺ വെജുകളൊന്നും കഴിക്കാത്തവരാണ്. അവരതിന് പകരം അവരുടെ എന്ത് ഫംഗ്ഷൻ വന്നാലും എല്ലാം മെയിനായിട്ടുള്ള ഐറ്റമാണ് പനീർ മട്ടർ. അത് ഭയങ്കര ഫേമസാണ് അവിടെ. നല്ല അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. എന്തിൻ്റെ കൂടെയും, അത് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയോ അല്ലെങ്കിൽ പൂരി അങ്ങനെയുള്ള എന്തിൻ്റെ കൂടെയും പോകും കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിൽ പനീർ ഉണ്ടാക്കാൻ പറ്റുന്നൊരു വീട്ടിൽ പനീർ ഉണ്ടാക്കുക. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ നല്ല പൈസയാവും കേട്ടോ. ഇത് 250 ഗ്രാമേ ഉള്ളൂ, പക്ഷേ അത് 105 രൂപയോ അത്രയും കണ്ടാണ്. അപ്പോൾ നമ്മൾ 1 ലിറ്റർ പാൽ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് പനീർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഉണ്ടാക്കി നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.